10th ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ത്? അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ 61 അങ്ങനെ തന്നെ ഒരു ഹെഡിങ് ഉണ്ട്, അതിൻ്റെ താഴെ വരുന്നുണ്ട്. ഈശോ നൽകിയ മാതൃകയും പ്രബോധനങ്ങളുമാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പാപികളോടും രോഗികളോടും ആകുലരോടും പ്രത്യേകം കരുണ കാണിച്ചിരുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകിയും പാപികൾക്ക് മോചനം നൽകിയും ആകുലർക്ക് ആശ്വാസം നൽകിയും ഈശോ എല്ലാവരുടെയും എല്ലാമായി തീർന്നു. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും അവിടുന്ന് തൻ്റെ പക്കലേക്ക് ക്ഷണിച്ചു. അപ്പം ആ ഈശോയുടെ മാതൃകയും പ്രബോധനങ്ങളുമാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്? അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ 66 and 67 ഫുള്ള് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് ചുരുക്കി എഴുതാം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം എഴുതണം. ഞാൻ അതിൽ പ്രധാനമായിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് തോന്നിയത് വായിക്കുവാണേ. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പക്വത കൈവരിക്കൽ മാത്രമല്ല, കുട്ടികളുടെ വിശ്വാസപരവും ധാർമ്മികവുമായിട്ടുള്ള പരിശീലനം കൂടിയാണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മിശിഹായുടെ പൂർണ്ണതയ്ക്ക് യോജിച്ച വിധത്തിൽ പരിപൂർണമായ മനുഷ്യ വ്യക്തിത്വം പ്രാപിക്കാൻ മനുഷ്യരെ സഹായിക്കുകയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും കാലാനുസൃതമായ നവീകരണങ്ങൾ വരുത്തുവാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാനും സഭ ഇന്നും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നുമുണ്ട്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാൻ മാതാപിതാക്കൾക്കുള്ള കടമയെക്കുറിച്ചും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ക്രൈസ്തവ വിശ്വാസികൾ രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്നത് എങ്ങനെയായിരിക്കണം? പേജ് നമ്പർ 69 അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനും കരപുരളാത്ത രാഷ്ട്രീയ സേവനം കാഴ്ചവെക്കാനും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് സാധിക്കണം. ശരിയായ പൗരബോധം വളർത്തിയെടുത്ത് സത്യം, നീതി, സഹാനുഭാവം, സ്വാതന്ത്ര്യം എന്നിവയുടെ ചൈതന്യത്തിൽ സമൂഹത്തെ പടുത്തുയർത്തുന്നതിന് രാഷ്ട്രീയ അധികാരികളോടൊപ്പം അധ്വാനിക്കാൻ പൗരന്മാർക്ക് കടമയുണ്ട്. അതേസമയം രാഷ്ട്രീയ അധികാരികളുടെ നിർദ്ദേശങ്ങൾ ധാർമ്മിക നിയമങ്ങൾക്ക് വിരുദ്ധമായിരിക്കുമ്പോൾ അവ അനുസരിക്കാതിരിക്കാൻ മനസ്സാക്ഷി നമ്മെ കടപ്പെടുത്തുന്നു എന്നും തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് നാം അനുസരിക്കേണ്ടത്. ഇതാണ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം.